പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു നിമിഷം ഹൃദയം തുറന്ന് ഈ വാക്കുകൾ ഒന്ന് കേൾക്കൂ. ഒരു കുടുംബത്തിന്റെ വിജയവും ഒപ്പം ആ വീട്ടിലെ സമാധാനവും തണലും നിലനിൽക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളിലൂടെയാണ്. വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ഭാര്യയും ഭർത്താവും പരസ്പരം വസ്ത്രങ്ങൾ പോലെയാണെന്ന്. അതായത് പരസ്പരം തണലാകേണ്ടവർ, പരസ്പരം പോരായ്മകൾ ലോകത്തിനു മുന്നിൽ കാണിക്കാതെ നെഞ്ചോട് ചേർത്ത് മറച്ചുവെക്കേണ്ടവർ. ഒരു പുരുഷൻ തന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിധി, ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു നല്ല ഭാര്യയാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ തിരുനോട്ടത്തിൽ ഒരു നല്ല ഭാര്യ എങ്ങനെയായിരിക്കണം? നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി, പരസ്പര ബഹുമാനവും വിട്ടുവീഴ്ചയുമാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ. ഭർത്താവിനോട് എപ്പോഴും ദയവോടെ, പുഞ്ചിരിയോടെ സംസാരിക്കാനും അദ്ദേഹത്തിന്റെ വിഷമഘട്ടങ്ങളിൽ ഒരു തണലായി ആശ്വാസമേകാനും ഭാര്യയ്ക്ക് സാധിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ദിവ്യസന്ദേശം ലഭിച്ച് ഭയന്നുവിറച്ച് കൊട്ടാര സദസ്സിൽ നിന്നും വീട്ടിലേക്ക് ഓടിയെത്തിയ ആ രാത്രി ഓർമ്മയില്ലേ? അന്ന് പ്രവാചകനെ നെഞ്ചോട് ചേർത്തുപിടിച്ച് നിങ്ങളെ അല്ലാഹു കൈവിടില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചത് പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. പ്രതിസന്ധികളിൽ ഭർത്താവിന് താങ്ങാവുക എന്നത് ഒരു നല്ല ഭാര്യയുടെ വലിയൊരു പുണ്യമാണ്. രണ്ടാമതായി, വീടിനുള്ളിൽ ഒരു സ്വർഗീയ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. പകൽ മുഴുവൻ പുറത്ത് കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ ഒരൽപ്പം സ്നേഹത്തോടെ, ഒരു ചെറിയ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ ഭാര്യമാർക്ക് സാധിക്കണം. പ്രവാചകൻ പഠിപ്പിച്ചു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം മറന്ന് സന്തോഷം നൽകുന്നവളാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമയായ സ്ത്രീ. മൂന്നാമതായി, ക്ഷമയാണ്. ജീവിതം എല്ലാ കാലവും ഒരേപോലെ ആയിരിക്കില്ല. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പട്ടിണിയോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളോ വരുമ്പോൾ പരാതികൾ പറയാതെ ഭർത്താവിന്റെ കൈകൾ ചേർത്തുപിടിച്ച് ക്ഷമയോടെ നിൽക്കാൻ ആ ഉത്തമയായ സ്ത്രീക്ക് സാധിക്കും. അല്ലാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് ഇങ്ങനെ ക്ഷമിക്കുന്ന സ്ത്രീകൾക്ക് പരലോകത്ത് വലിയ പ്രതിഫലമാണ് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു നല്ല ഭാര്യയാവുക എന്നത് വെറുമൊരു കടമയല്ല, മറിച്ച് അതൊരു വലിയ ഇബാദത്താണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നതിലൂടെ അല്ലാഹുവിന്റെ വലിയ പൊരുത്തമാണ് നിങ്ങൾ നേടിയെടുക്കുന്നത്. ഭർത്താവിനോടുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുകയും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെയും പ്രവേശിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സമാധാനവും സ്നേഹവും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതം പരസ്പരം സ്നേഹിച്ച്
ധന്യമാക്കാൻ അവൻ തുണയ്ക്കട്ടെ. ആമീൻ.